കോഴിക്കോട് വാണിമേലിൽ വീണ്ടും തെരുവുനായ ആക്രമണം. തെരുവുനായയുടെ കടിയേറ്റ് ഇന്നും 3 പേർക്ക് പരിക്കേറ്റു. 3 പേരെയും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദിൽഷ തിലകൻ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ദിൽഷ, നിരന്തരം തെരുവുനായ ആക്രമണം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ്, പക്ഷേ ഇപ്പോഴും ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല. തീർച്ചയായിട്ടും രുചിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറെ കാലമായിട്ട് ഇവിടെ തെരുവുനായ ആക്രമണം നാദാപുരം മേഖലകളിലും അതുപോലെ തന്നെ വാണിമേൽ ഇടങ്ങളിലൊക്കെ തന്നെ കാലമായിട്ട് ഇതുപോലെ തെരുവുനായയുടെ ആക്രമണം അതിരൂക്ഷമായിട്ട് തന്നെ അത് തുടരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഇതുവരെയും അധികൃതർ ഈ ഒരു വിഷയത്തിൽ ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നാണ്. ഒരുപാട് ആളുകൾക്ക് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. ഇന്നും തെരുവുനായയുടെ ആക്രമണമുണ്ട്. ഇന്ന് രാവിലെയോടുകൂടി 3 പേർക്കാണ് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. വടക്കേ പുത്തമ്പുരയിൽ റഷീദ, അതുപോലെ തന്നെ നാളംചാലിൽ ഹമീദ്, അതുപോലെ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട്. 3 പേർക്കും കൈക്കും അതുപോലെ തന്നെ നടുവിനും കാലിനും ഒക്കെ ആയിട്ടാണ് പരിക്ക് പറ്റിയിരിക്കുന്നത്. 3 പേരെയും നാദാപുരം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ടോട് കൂടി 3 കുട്ടികൾക്ക് സ്കൂൾ ഗ്രൗണ്ടിൽ കളിക്കുകയായിരുന്ന 3 കുട്ടികൾക്കും ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ കടിയേറ്റിട്ടുണ്ടായിരുന്നു. ഈ കുട്ടികളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നാട്ടുകാർ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും ജനപ്രതിനിധികൾ വന്ന് നൽകുന്ന വാഗ്ദാനങ്ങളിൽ ഒന്നാണ് ഈ തെരുവുനായ ആക്രമണം. ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുമെന്ന്. എന്നാൽ നാളിതുവരെയായിട്ടും അതിലൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കൂടുതൽ ആളുകൾക്ക് ഇത്തരത്തിൽ തെരുവുനായയുടെ ആക്രമണത്തിന് കൂടുതൽ ആളുകൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ പരിക്ക് പറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ നടപടി എത്രയും പെട്ടെന്ന് വേണമെന്നാണ് നാട്ടുകാർ പറയുന്നത്.